ഞങ്ങൾ പെട്ടെന്ന് ഈ ഒരു സമരം പ്രഖ്യാപിച്ച് വന്നതല്ല. സമരം നടത്തുന്ന തൊഴിലാളികളെ വിവിധ കള്ളക്കേസുകൾ ഉൾപ്പെടുത്തി കെ എസ് ആർ ടി സിന്ന് പുറത്താക്കുന്നൊരു നടപടിയാണ്. അത് എന്തൊക്കെ തെറ്റ് കാണിച്ചാലും CIT-ക്കാരെ മാനേജ്മെൻറ്റും സർക്കാരും സംരക്ഷിക്കുന്ന നയമാണ്. തൊഴിലാളി പീഡനമാണ്, അഴിമതിയാണ്. ATM-ൻ്റെ ആയാലും റൂട്ട് കച്ചവടമായാലും അങ്ങനെ നടക്കുന്ന സകല സ്വകാര്യവൽക്കരിച്ച് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഊരാളുങ്കൽ പോലുള്ള സ്വകാര്യ സൊസൈറ്റികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഈ KSRTC തീരെഴുതുവാൻ വേണ്ടിയാണ് LDF-ൻ്റെ നയവും പോക്ക്. ഇതിനകത്ത് PSC നിയമനം ഒരെണ്ണം പോലും ഇതുവരെയും നടത്തിയിട്ടില്ല. നമസ്കാരം. വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുമെന്ന് പറയുന്ന നമ്മുടെ സർക്കാരിന് ഈ പൊതുസമൂഹത്തിൽ നടക്കുന്ന സമരങ്ങൾ വിനയാകുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ സമര യാത്രകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് KSRTC ജീവനക്കാരും ഇപ്പോൾ ഒരു പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ TDF ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള കാരണം എന്താണ്? ഞങ്ങൾ പെട്ടെന്ന് ഈ ഒരു സമരം പ്രഖ്യാപിച്ച് വന്നതല്ല. കഴിഞ്ഞ 9 വർഷം കൊണ്ട് KSRTC തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ KSRTC സംരക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഞങ്ങൾ സമരം നയിച്ചു വരുന്നതാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ സമീപ കാലഘട്ടത്തിൽ സമരം നടത്തുന്ന തൊഴിലാളികളെ വിവിധ കള്ളക്കേസുകൾ ഉൾപ്പെടുത്തി KSRTCന്ന് പുറത്താക്കുന്നൊരു നടപടിയാണ്. അത് എന്തൊക്കെ തെറ്റ് കാണിച്ചാലും CIT-ക്കാരെ മാനേജ്മെൻറ്റും സർക്കാരും സംരക്ഷിക്കുന്ന നയമാണ്. വളരെ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരുന്നിട്ട് പോലും CIT-ക്കാരെ ആരും തൊടുന്നില്ല. നമ്മൾ ന്യായമായ സമരം നടത്തിയാൽ പോലും അവരെ സസ്പെൻഡ് ചെയ്യുന്നു, അവരെ ടെർമിനേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് പോകുന്നത്. ഒരു ജനകീയമായ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി ജനാധിപത്യ രീതിയിൽ നടത്തുന്ന സമരങ്ങളെപ്പോലും അടിച്ചമർത്തുന്ന നയമാണ് മാനേജ്മെൻറ്റിൻ്റെത്. അതുപോലെ KSRTC സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നയമാണ്. ലോജിസ്റ്റിക് സ്വകാര്യവൽക്കരിച്ചു, അതുപോലെ എല്ലാ റൂട്ടുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ബസ് എല്ലാം ഇവിടെയുള്ള എല്ലാ പദ്ധതികളും സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നയമാണ് നടത്തുന്നത്. തൊഴിലാളി പീഡനമാണ്, അഴിമതിയാണ്. ATM-ൻ്റെ ആയാലും റൂട്ട് കച്ചവടമായാലും അങ്ങനെ നടക്കുന്ന സകല ട്രാൻസ്ഫർ പോലും തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ട്രാൻസ്ഫർ പോലും പല ആൾക്കാർക്കും പൈസ കൊടുത്തും ആ രീതിയിലുമാണ് ട്രാൻസ്ഫർ പോലും നടക്കുന്നത്. ഇപ്പോൾ രാവിലെ ഇവിടെ റഫറൻഡം നടത്തി അംഗീകൃത തൊഴിലാളികളെ വിളിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗൂഗിൾ മീറ്റ് നടത്തി തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതിനും തൊഴിലാളികളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള നയമാണ് മാനേജ്മെൻറ്റ് നടത്തുന്നത്. ഗൂഗിൾ മീറ്റ് നടത്തി പറയുന്നു, ഇവിടെയുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത് കുറവായിരുന്നിട്ട് പോലും മെക്കാനിക്കൽ തൊഴിലാളികളെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ അടിക്കുവാനും അവർക്ക് അമിത ജോലിഭാരം കൊടുക്കുവാനും ഇൻസ്പെക്ടർമാരെ നാനാ വഴിക്കടിക്കുവാനും വണ്ടികൾ എടുത്തിടുവാൻ വേണ്ടി ഷണ്ടിങ് VS ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അതിനെ പാടെ മാറ്റുവാനും എല്ലാ മേഖലകളിലും ഒരു തീരുമാനം തൊഴിലാളികളുമായിട്ടോ യൂണിയനുകളുമായിട്ടോ ആലോചിക്കാതെ അതുപോലെ വകുപ്പ് മന്ത്രിയുടെയും മാനേജ്മെൻറ്റിൻ്റെ തീരുമാനപ്രകാരം ഗൂഗിൾ മീറ്റ് നടത്തിയിട്ട് തൊഴിലാളി പീഡനമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾക്കറിയാം 32% DA ഉണ്ട്, ശമ്പളം സമയബന്ധിതമായി കിട്ടുന്നില്ല. റഫറൻഡ നാടകം എന്നുള്ള രീതിയിൽ ഈ 2 മാസം കൃത്യമായി ശമ്പളം കിട്ടി. അല്ലാതെ ഞങ്ങൾ എത്രയോ മാസം കൊണ്ട് സമരം നടത്തുന്നു. ആ തൊഴിലാളികളുടെ റഫറൻഡം പോലും അട്ടിമറിച്ചുകൊണ്ടാണ് മാനേജ്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും പോക്ക്. ഈ അവസാന കാലഘട്ടത്തിൽ ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ സ്വകാര്യവൽക്കരിച്ച് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഊരാളുങ്കൽ പോലുള്ള സ്വകാര്യ സൊസൈറ്റികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക്
ഈ KSRTC തീരെഴുതുവാൻ വേണ്ടിയാണ് LDFിൻ്റെ നയവും പോക്ക്. ഞങ്ങൾ ഒരു കാരണവശാലും ഈ KSRTCയെ തകർക്കുന്നതിനോ തൊഴിലാളി പീഡനം നടത്തുന്നതിനോ ഞങ്ങൾ TDF എന്ന് പറയുന്ന പ്രസ്ഥാനം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഒരു കാരണവശാലും അതിന് സമ്മതിക്കില്ല. ഞങ്ങൾ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഈ KSRTCയിലേക്ക് PSC വഴി പുതിയ നിയമനങ്ങൾ നിലവിൽ നടക്കുന്നുണ്ടോ? ഈ 8 വർഷം കൊണ്ട് KSRTCയിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ പിരിഞ്ഞുപോയി. ഈ മെയ് മാസത്തിൽ 1000 ചില്ലുവാനം പേര് പിരിഞ്ഞുപോയി. ഇതിനകത്ത് PSC നിയമനം ഒരെണ്ണം പോലും ഇതുവരെയും നടത്തിയിട്ടില്ല. അത് AKG സെൻറ്ററിൽ നിന്നും കുറേ ബദലി എന്നുള്ള ആൾക്കാരെ നിയമിച്ചതല്ലാതെ PSCയിൽ നിന്ന് സ്ഥിര നിയമനം ഈ സർക്കാർ വന്നിട്ട് ഇതുവരെയും ഒരാളിനെ പോലും ഇതുവരെയും എടുത്തിട്ടില്ല. പുതിയ ബസ് വാങ്ങുന്നതിലും ഇതേ മന്ദഗതി തന്നെയല്ലേ നിലനിൽക്കുന്നത്? പുതിയ ബസ് വാങ്ങുന്ന കാര്യങ്ങളിലും ഇതേ മന്ദഗതി തന്നെയല്ലേ നിലനിൽക്കുന്നത്? ഈ സർക്കാർ അതാ ഞങ്ങളുടെ ആവശ്യങ്ങളിലൊന്നാണ് KSRTCക്ക് പുതിയ ബസ്സുകൾ വാങ്ങി റൂട്ടുകൾ സംരക്ഷിക്കണമെന്നുള്ളതാണ്. തൊഴിലാളികൾ ഇതിൽ നിന്നും പടിയിറങ്ങി പോകുമ്പോൾ പുതിയ ആൾക്കാരെ എടുക്കാത്തതുപോലെ തന്നെ KSRTCയുടെ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു വണ്ടി പോലും എടുത്ത് സർവീസ് നടത്താൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഇതിനെ പൂട്ടിക്കെട്ടുവാനും സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതുവാനും വേണ്ടി വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് സർക്കാരും പോകുന്നത്. എന്തായാലും KSRTC ജീവനക്കാർ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെയാണ് TDF നേതാവ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൂടാതെ നിലവിൽ KSRTCയിൽ PSC നിയമനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല, പുതിയ ബസ്സുകളൊന്നും തന്നെ വാങ്ങുന്നില്ല. ഇതെല്ലാം സ്വകാര്യവൽക്കരണത്തിലേക്ക് KSRTCയെ നയിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളെല്ലാവരും തന്നെ ആരോപിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.